ടി വി കെയിൽ ഒരു പക്ഷേ യെസ്. ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളാണ്, പാർട്ടികളല്ല. ഈ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെമ്മാടിത്തരം കാണിച്ചാൽ അവർ തെമ്മാടിത്തരം കാണിക്കും, അവർ മാറ്റും. അവിടെ കമ്മ്യൂണിസ്റ്റ് ഇപ്പം വലിയ ശക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ ടേമിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വരുന്നുണ്ട്. അത് ഏറ്റവും വലിയ എക്സാമ്പിളല്ലേ ജോസഫ് വിജയൻ്റെ വിജയം. ഞാൻ അവിടെ 25 വർഷം ജീവിച്ചിട്ടുള്ള ആളാണ് തമിഴ്നാട്ടിൽ. അയാളുടെ കൂടെ ഞാൻ 8 സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ട ആളാണ്. അപ്പോൾ അയാളുടെ നേച്ചർ എനിക്കറിയാം. അയാൾ പെട്ടെന്ന് വന്നാനല്ല, 10 വർഷം മുമ്പ് ഇയാൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല എപ്പോഴും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സെറ്റിലിരിക്കുമ്പോൾ ഇയാളൊരു പി കൊണ്ടു കിടക്കും. ഇടയ്ക്കിടയ്ക്ക് പി എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഞങ്ങളല്ല, ഇയാൾ എന്ത് ഭ്രാന്തുണ്ടോ, അത് ചെറിയ കുട്ടികളെ കൊണ്ടു കിടക്കില്ലേ, പി എന്ന് വിളിക്കുന്നു. അപ്പം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവൻ അന്ന് മുതലേ തുടങ്ങിയിരിക്കുകയാണ് അവൻ്റെ ചിഹ്നം വിസിൽ. അപ്പം വിസിൽ വലിയ അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. വിസിൽ അതൊരു അലേർട്ടാണ്, അലേർട്ടിങ് ടു ദി, അതൊരു പ്രശ്നം വരാൻ പോകുന്നുള്ളതിൻ്റെ ഒരു ചിഹ്നമല്ലത്. കേരളത്തിലെ ഒരു ടി വി കെ ആയി മാറുമോ പീപ്പിൾസ് പാർട്ടി? ടി വി കെ ആയിട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ എൻ്റെ പാർട്ടിയായിട്ട് മാറും. ടി വി കെയോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്? അല്ല, ടി വി കെയിൽ ഒരു പക്ഷേ യെസ്, അതും ഉണ്ടാകാൻ സാധ്യത. അത് മാത്രമല്ല, ആന്ധ്രാപ്രദേശിലെ പവൻ കല്യാൺ ഒരു സിനിമാ നടനാണ്. അയാളിപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ ജനങ്ങൾക്ക് മാറ്റത്തിന് തയ്യാറാണ് ജനങ്ങൾ. അത് പ്രകൃതിയും കാലവും മനുഷ്യരും വോട്ടേഴ്സും ആ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരോടും സഹകരിക്കാൻ ആലോചിക്കുന്നുണ്ടോ, വിജയോടും പവൻ കല്യാണോടും? തീർച്ചയായിട്ടും അവർ എൻ്റെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.